സോഫി മിസ്, ജൂനിയർ ലാബ് അസിസ്റ്റന്റ് എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഒരു പോർഷൻസ് ആണ് MLT. ഇപ്പൊ MLT ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരാൾക്ക് ഇത് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കുമോ? ഇപ്പം MLT ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരാൾക്കെന്ന് പറയുമ്പോഴത്തേക്ക് എന്തായാലും ഇതിനകത്ത് കുറച്ച് ബേസിക് ആയിട്ടുള്ള +2 ലെവൽ ബയോളജി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ബയോളജിയുടെ കൂടെ കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ MLTയുടെ 50 മാർക്കിൽ നമുക്ക് പഠിക്കേണ്ടി വരിക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പം ലാബ് എക്യുപ്മെൻറ്റ്സ് അല്ലെങ്കിൽ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്നൊക്കെ പറയുന്നത് അത് നമ്മുടെ ആ ഒരു ബയോളജി ടോപ്പിക്കിൽ വരുന്ന അല്ലെങ്കിൽ പോലും വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നൊരു ടോപ്പിക്കാണ്. പക്ഷേ ഇപ്പം ബ്ലഡിൻ്റെ കളക്ഷൻ പോലത്തെ ടോപ്പിക്കിലേക്ക് വരുമ്പോഴത്തേക്കും മോഡ്യൂൾ 2-ലേക്കൊക്കെ വരുമ്പോൾ ബ്ലഡിൻ്റെ കളക്ഷൻ ടെക്നിക്സ് പറയുന്നുണ്ട്. ടെക്നിക്സ് നിങ്ങൾ പുതിയതായിട്ട് പഠിക്കേണ്ടി വന്നാലും ബ്ലഡിൻ്റെ ടൈപ്സ്, ബ്ലഡിൻ്റെ കോമ്പണൻസ്, അതുപോലെ തന്നെ ബ്ലഡിൻ്റെ ടൈപ്പിങ്, അതൊക്കെ ഗ്രൂപ്പ്സ്, ഇതൊക്കെ നമ്മൾ പറയുന്നതാണ്. അതായത് പറയുമ്പോൾ നമുക്ക് ബയോളജിയിൽ വരുന്ന കുറേ അധികം കാര്യങ്ങൾ കോമൺ ആയിട്ട് നമ്മൾ MLTക്കും പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് MLTയിൽ നമുക്ക് അഡീഷണലായിട്ട് പഠിക്കേണ്ടി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് MLT പ്രത്യേകം ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരാൾക്ക് പഠിക്കാൻ പറ്റുമോ എന്നുള്ളത് അതൊരു പേടിക്കേണ്ട കാര്യമല്ല. നമുക്ക് ഈ പറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ നമുക്ക് വേഗത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന വളരെ എളുപ്പമുള്ള ഒരു ടോപ്പിക് തന്നെയാണ്.